ഇതാണ് നമ്മുടെ ഇടവക പള്ളി. നല്ല പള്ളി. അങ്ങനെ വീണ്ടും ഒരു ദുഃഖവെള്ളി. ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ, മലയാളത്തിൽ ദുഃഖവെള്ളി. അതെന്താണ് അങ്ങനെ? അറിയുമെങ്കിൽ കമന്റ് ഇട്ടോളൂ. രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് കയ്പുനീരും കുടിച്ചു. പിന്നീട് അങ്ങോട്ട് വൈകിട്ടത്തേക്കുള്ള പരിഹാര പ്രദക്ഷിണത്തിനുള്ള അലങ്കാര പണികളായിരുന്നു. അതും കഴിഞ്ഞ് യേശുവിനും മാതാവിനും ശിഷ്യന്മാർക്കും ഭടന്മാർക്കുമുള്ള മേക്കപ്പെടൽ ചടങ്ങുകളായിരുന്നു. 4 മണി ആയതും പരിഹാര പ്രദക്ഷിണം തുടങ്ങി. ഇതൊരു വിലാപയാത്രയാണെങ്കിലും ആരുടെ മുഖത്തും ദുഃഖങ്ങളൊന്നുമില്ല. യൂണിറ്റുകളും സംഘടനകളും തിരിച്ചുള്ള ടാബ്ലോയും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം, ഒരു രക്ഷയുമില്ല. അതിനിടയിലും ദാഹം മാറ്റാനും ചിലരുണ്ട്. നടന്ന് തളർന്നിട്ടില്ലെങ്കിലും ഉപവാസം കഴിഞ്ഞിട്ടുള്ള ഈ വെള്ളം കുടിക്കും പ്രത്യേക സുഖമൊക്കെ ഉണ്ട്. അങ്ങനെ പരിഹാര പ്രദക്ഷിണം അവസാനിച്ചു. ഇനി കബറടക്കൽ ശുശ്രൂഷയാണ്. യേശുവിന്റെ തിരുശരീരം കല്ലറയിൽ അടക്കുന്ന ശുശ്രൂഷയാണിത്. എല്ലാ ദുഃഖവെള്ളി കഴിഞ്ഞും ഒരു ഈസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ശരി, ബൈ ബൈ.